ഓം ശ്രീ ഗുരുഭ്യോ നമ. വൃത്തത്തിലെ ശൂന്യത 4/7/2025. ഒരു ധ്യാന സാധകൻ ദൈവത്തെ പറ്റി ചർച്ച ചെയ്യില്ല. കുണ്ടലിനി ശക്തി അവന് ഒരു ചർച്ചാ വിഷയമല്ല. എന്തിന് കൂടുതൽ പറയണം? ചക്രകളെപ്പറ്റി അവൻ ചിന്തിക്കുക പോലുമില്ല. എന്താണ് കാരണം? അവയെല്ലാം സമയം കൊല്ലികളാണ്. യാഥാർത്ഥ്യത്തിൽ നിന്നും അകറ്റുവാനും ഭാവനാലോകം സൃഷ്ടിക്കുവാനും മാത്രമേ അത് ഉപകരിക്കൂ. അവന്റെ ചർച്ചാ വിഷയം നിരീക്ഷണവും നിരീക്ഷകനും മാത്രം. കാരണം അവന്റെ നിത്യ സാധന അതാണ്. അതിനാൽ അവന്റെ ചർച്ചാ വിഷയം അവന്റെ സാധനാ വിഷയം തന്നെ ആയിരിക്കുമല്ലോ. ആ വിഷയം വിട്ടുള്ള മറ്റു വിഷയങ്ങൾ ചർച്ചയ്ക്കെടുത്താലോ അത് അവനിൽ ഭാവനാലോകം സൃഷ്ടിക്കും. ഇനി ഭാവനാലോകം സൃഷ്ടിച്ചാൽ അത് നിലനിർത്താൻ അതിന് ഭക്ഷണം കൊടുക്കണം. അതാണ് അതീന്ദ്രിയം എന്ന വിഷയം. ഭാവനാലോകത്തെ പുഷ്ടിപ്പെടുത്താൻ അവൻ മണിക്കൂറുകൾ അതീന്ദ്രിയ കാര്യങ്ങളുടെ ചർച്ചയ്ക്കായി ചെലവിടും. പക്ഷേ അങ്ങനെ ചെയ്തു എന്ന് വച്ച് അവന് എന്ത് പ്രയോജനം കിട്ടും? സത്തയെപ്പറ്റി പോലും സംസാരിക്കേണ്ടതില്ല എന്നു പറയുന്നിടത്താണ് അതീന്ദ്രിയത്തെപ്പറ്റി വാ തോരാതെ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഭാവനാലോകം കെട്ടുവാൻ മാത്രമേ അവ ഉപകരിക്കൂ. ചില വിരോധാഭാസങ്ങൾ ചൂണ്ടിക്കാണിക്കാം. മേൽപ്പറഞ്ഞ പ്രകാരം നിരീക്ഷണമോ നിരീക്ഷകനോ അല്ല ചർച്ച എന്നിരിക്കട്ടെ. ദൈവവും അതീന്ദ്രിയവും ആണെന്നിരിക്കട്ടെ. ദൈവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും. താങ്കൾ ദൈവമാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് പറയും. തത്വമസിയിൽ വിശ്വസിക്കുന്നോ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്ന് പറയും. എന്നാൽ സാധനയ്ക്ക് തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് പറയും. നോക്കൂ, തമാശയല്ലേ നടക്കുന്നത്? ഇതാണ് യാഥാർത്ഥ്യ ലോകത്തിൽ അവർ ജീവിക്കുന്നില്ല എന്ന് പറയുന്നത്. അവർ സൃഷ്ടിച്ച ഭാവനാലോകത്തിൽ മൂഢലോകത്തിലെ മൂഢനായ രാജാവായി വാഴുന്നു. അവൻ ദൈവത്തിൽ വിശ്വസിക്കുന്നത് തന്നെ ആശ്വാസം കിട്ടാനാണ്. ആശ്വാസം കിട്ടുന്നത് എവിടെയാണ്? മനസ്സിന്. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കുന്നത് മനസ്സിന് വേണ്ടി മാത്രമാണ്. കാരണം അപ്പോൾ മനസ്സിന് ആശ്വാസമുണ്ട്. മനസ്സ് പ്രബലമായി നിൽക്കുന്നതാണ് കാരണം. ആശ്വാസം ഇടയ്ക്കിടെ അനിവാര്യമാണല്ലോ. അതുകൊണ്ട് അവനിലെ ഈശ്വരൻ ഒരു ചിന്തയായി കിടക്കുന്നു. എന്നാൽ ഈശ്വരൻ സത്ത ചിന്തയല്ല. ചിന്ത ഉണ്ടെങ്കിൽ അവൻ ആശയത്തിൽ കുടുങ്ങിയവനാണ്. സ്വാഭാവികമായും ആശയമുണ്ടെങ്കിൽ അവൻ അസ്വസ്ഥനാകും. അവന് ശാന്തി ഉണ്ടാവില്ല. ആശ്വാസം അനിവാര്യമായി വേണ്ടിവരും. കാരണം ഇവിടെ തെറ്റിദ്ധാരണയ്ക്ക് സാധ്യത ഉണ്ട്. അതിന് കാരണം മിഥ്യാധാരണ തന്നെയാണ്. ഇവയെല്ലാം അപ്രസക്തമാക്കുന്നത് നിരീക്ഷകൻ പ്രസക്തമാകുമ്പോഴാണ്. ഇവ ഓരോന്നായി ഉരുക്കഴിക്കേണ്ട കാര്യമില്ല. നിരീക്ഷകൻ മിഴി തുറന്നാൽ മാത്രം മതി. ആകുലതയും വ്യാകുലതയും ഉള്ളിടത്തോളം കാലം ഭാവനയ്ക്കൊത്ത ഈശ്വരൻ ഉണ്ടെന്ന് തോന്നും. ഞാനൊരു നല്ല വിശ്വാസിയാണെന്നും തോന്നും. ഉദ്ദേശ്യം ആശ്വാസം വേണം എന്നത് തന്നെ. കാരണം നിരീക്ഷകനില്ല. എന്നാൽ മനസ്സ് പ്രബലത നേടിയിരിക്കുകയും ചെയ്യുന്നു. ഒരു സാധകൻ ഇവയിൽ നിന്നെല്ലാം മുക്തനാകണം. എന്തുകൊണ്ടാണ്? ഇവയിൽ കുടുങ്ങിക്കിടക്കുന്ന വ്യക്തികളെ ശ്രദ്ധിക്കൂ. അവർ അസ്വസ്ഥരായിരിക്കും. ആന്തരിക ശാന്തി, സമാധാനം ഒന്നും അവർ നുകരുന്നില്ല. എന്തായിരിക്കാം അവർ അസ്വസ്ഥരായി കാണപ്പെടുന്നതിന് കാരണം? നിരീക്ഷണം ഇല്ലാത്തത് തന്നെ.
സ്വാർത്ഥത ഏറുമ്പോൾ നിരീക്ഷണം ഉണ്ടാകില്ല, അസ്വസ്ഥത ഉണ്ടാകുന്നു. അങ്ങനെ വരുമ്പോൾ അസ്വസ്ഥത മാറുവാൻ അവർ സ്നേഹിക്കപ്പെടുവാൻ ആഗ്രഹിക്കും. അതുവഴി അവർ വഞ്ചിക്കപ്പെടും. കാരണം അന്തിക്കടയിൽ വജ്രം ലഭിക്കുകയില്ലല്ലോ. സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവനിൽ സ്നേഹമില്ലാത്തത് എന്തുകൊണ്ട്? കാരണം അവനിൽ ദുഃഖമുണ്ട്. തന്നിൽ ഇല്ല എന്ന് തോന്നുന്നത് കിട്ടുവാൻ വേണ്ടി അത് പുറത്ത് തേടുവാൻ മനസ്സ് അവനെ പ്രേരിപ്പിക്കുന്നു. ദുഃഖമുള്ളവന് സ്നേഹമുണ്ടാവുകയില്ല. ലോകത്തെ എടുത്തു നോക്കൂ. സ്നേഹം കാരണമാണ് തനിക്ക് ദുഃഖമുണ്ടായത് എന്ന് ലോകം പറയുന്നു. പക്ഷേ അതല്ല ശരി. ദുഃഖം കാരണമാണ് സ്നേഹം എനിക്കില്ലാതെ പോയത് എന്നറിയുക. നിരീക്ഷണം മാത്രമേ നിങ്ങളെ സ്വതന്ത്രനാക്കുന്നുള്ളൂ. ഓർക്കുക, സ്വാതന്ത്ര്യമില്ലാതെ സത്തയെ അറിയുവാൻ സാധിക്കില്ല. അവന് ഒരിക്കലും സത്യബോധം ലഭിക്കുക ഇല്ല. ഹരി ഓം. പ്രണിധാനം. അപ്പൊ അവന്റെ ആ സ്വഭാവവും ആ ആന്തരിക ശാന്തതയും പിന്നെ ആത്മീയ വളർച്ചയ്ക്കും വേണ്ടി പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അതിൽ തപസ്സിൽ വരുന്നതാണ് ഈ ചിട്ട. ഒരു ചിട്ടയോട് പിന്നെ സെൽഫ് കൺട്രോളും പിന്നെ മാനസിക ഇംപ്യൂരിറ്റീസ് എല്ലാം മാറ്റുന്നത്, അതൊക്കെ ഇതിനകത്ത് വരുന്ന തപ സെക്ഷനിൽ. അപ്പൊ ആ തപ സെക്ഷനിൽ വരുന്നത്, തപസിന്റെ അടിയിൽ വരുന്നതാണ് ഇന്നത്തെ ഗുരുജിയുടെ ആ ഒരു ടോക്ക്. നമ്മള് സാധകർ ആകുമ്പം, ധ്യാന സാധകർ ആകുമ്പം അവര് അവിടെ ആ സെൽഫ് ഡിസിപ്ലിന് വേണ്ടിയുള്ള ആ ഒരു തപസ്സില് അത് ഉൾപ്പെടുത്തുന്നത് ഒരു ആസ്പെക്ട് ആണത്. അപ്പൊ ഗുരു തുടങ്ങുന്നത് ഇങ്ങനെയാണ്. അതായത് ധ്യാനാത്മക സാധകര് പിന്നെ അവര് പിന്നെ ഈ ചക്രാസിനെ കുറിച്ചോ അല്ലെങ്കിൽ പിന്നെ കുണ്ടലിനി പിന്നെ ദൈവത്തിനെ കുറിച്ചോ ഒന്നും അവര് ചർച്ച ചെയ്യാറില്ല. പിന്നെ ഇത് പിന്നെ അത് ചെയ്യുന്നത് ഏത് തരം ആളുകളായിരിക്കും? ആ മനോതലത്തിൽ നിന്ന് പിന്നെ ഡീൽ ചെയ്യുന്നവർക്കായിരിക്കും ഇത് ഉള്ളത്. അതിൽ സാധകർ പെട്ടുപോകുകയോ ചെയ്യരുത്. കാരണം അവർക്ക് ഊർജ ശോഷണം ഉണ്ടാവും. ഇതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിലുള്ളത്. പിന്നെ പറയാനുള്ളത് ഇതാണ് ആ ഫസ്റ്റ് പാരഗ്രാഫില്. ഈ എങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ ധ്യാനം പറയുന്നത് സ്വാഭാവികമായും സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ധ്യാനത്തിനെ കുറിച്ചും ഞാൻ ഒന്നുകൂടെ പറയട്ടെ. ഞാൻ ഇതിനു മുമ്പേ ഒരു ക്ലാസ്സിൽ പറഞ്ഞു, ഇറ്റ് ഈസ് ഫോക്കസ്ഡ് അറ്റൻഷൻ. പക്ഷെ ആ ഫോക്കസ്ഡ് അറ്റൻഷൻ ശ്രമകരമായിരിക്കും. അതാണ് അത്. ശ്രമകരമായിട്ടുള്ളതിന് ധാരണ എന്ന് പറയും. ശ്രമകരമായിട്ട് ഫോക്കസും അറ്റൻഷനും ഈ പ്രൊലോങ്ഡ് അറ്റൻഷനും ഒക്കെ ധാരണയാണ്. പക്ഷെ ഇതേ സംഭവം സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ്. അതായത് ഡീകോൺസെൻട്രേഷൻ സ്വാഭാവികമായിട്ട് നടക്കുന്നതാണ് ധ്യാനം. അതായത് എല്ലാ പരിശ്രമവും നിർത്തിവെച്ച് ചെയ്യുന്നതാണ് ധ്യാനം. അപ്പോ അതിന് ഒരു സ്വാഭാവികത ഉണ്ട്. അപ്പൊ ആ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഞാൻ ഉദ്ദേശിച്ച ആ ധ്യാനമാണ് ഇവിടെ ഉദ്ദേശിച്ചത്. ധ്യാനം എന്ന് പറയുന്നത് സ്വാഭാവികമായി സംഭവിക്കേണ്ട ഒരു കാര്യമാണെന്ന് നമ്മുടെ ഒരു വൃത്തത്തിലെ ശൂന്യതയിൽ നാം കേട്ടിട്ടുണ്ട്. മനസ്സുകൊണ്ട്, അഹംബോധം കൊണ്ട് പലതിനെയും, അതായത് ഭൗതികതയിലെ കാര്യങ്ങൾ പലതിനെയും കുറിച്ച് അഗാധമായി ഫോക്കസ് ചെയ്യുന്നത്, അതായത് നിരീക്ഷിക്കുന്നത് പിന്നെ നമ്മൾ അനുഭവിച്ച് കാണും. അതായത് നമ്മൾ ഇതിലോട്ട് വരുന്നതിന് മുമ്പേ, സാധനയിലോട്ട് വരുന്നതിന് മുമ്പേ നമ്മൾ എന്തെങ്കിലും വായിച്ചിട്ട് നമ്മുടെ ആ ഡെയിലി ലൈഫിൽ ആ കാലഘട്ടത്തിൽ വല്ലതും വായിച്ച്, ചില ബുക്സോ അല്ലെങ്കിൽ പേപ്പറിനകത്തെ ചില ഇൻസിഡൻസ് ഒക്കെ വായിച്ച് അതിനുശേഷം അത് ചിലത് അനുഭവിച്ചതിന് ശേഷം നമ്മൾ അഗാധമായിട്ട് അതിലിങ്ങനെ ആണ്ടിരിക്കുന്നത് വലിയ ശ്രമകരമല്ലാതിരുന്നിട്ടുണ്ട്. ആ അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടെയും അതൊരു ധ്യാനമായിരിക്കും. പക്ഷെ അത് ഏത് തലം? മനോതലമായിരിക്കാം, പിന്നെ അഹം തലം വെച്ചായിരിക്കും. അത് നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമ്മളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഭാവനാ ലോകത്തിലോട്ട് നമ്മളെ കൊണ്ടുപോയിട്ടുണ്ട്. അത് പോഷിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് എത്രയോ മണിക്കൂർ നമ്മൾ പകൽക്കിനാക്കൾ കണ്ടിട്ടുണ്ടാവാം. അത് ഒരു അനുഭവമാണ്, നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അവിടെ പക്ഷെ ഓർത്തിട്ടുണ്ടോ,
അവിടെ ഒന്നും ദൈവത്തിനെ കുറിച്ചോ കുണ്ടലിനി ശക്തിയോ ചക്രാസിനെ കുറിച്ചോ ഒന്നും നമ്മൾ ചിന്തിച്ചിട്ടേ ഉണ്ടാവില്ല. ഇപ്പൊ അതുപോലെയാണ് ഈ ധ്യാന സാധകനും. അത് ഈ പണ്ടത്തെ പോലുള്ള ആ രീതിയിലല്ല പലതും കാണുന്നത്. എങ്കിലും ആ ധ്യാന സാധകനും ഈ പറഞ്ഞ ഇഷ്യൂസിനെ കുറിച്ചൊന്നും ചിന്തിക്കില്ല. ദാറ്റ് ഈസ് അബൌട്ട് ദൈവം, കുണ്ടലിനി ശക്തി, ചക്രാസ്, ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കുവാണെങ്കിൽ അവന്റെ പിന്നെ ചിന്തയെക്കുറിച്ചും ഭർത്താവിന്റെ ചിന്തയെക്കുറിച്ചും എങ്ങനാണ് ഈ ചിന്തയെ മറികടക്കണ്ടേ, നിരീക്ഷണം എങ്ങനെ മെച്ചപ്പെടുത്തണം, ഈ വക കാര്യങ്ങളായിരിക്കും അവൻ ചർച്ച ചെയ്യുന്നത്. അപ്പൊ അവന്റെ ചർച്ചയും സംഭാഷണങ്ങളും എല്ലാം അവന്റെ സാധനായ നിരീക്ഷണത്തെ കുറിച്ചും അവന്റെ സാധന തടസ്സങ്ങളെയും കുറിച്ചും ഒക്കെ ആയിരിക്കും. അതും ഒരു ലിമിറ്റഡ് സർക്കിൾ ഓഫ് ആളുകളുമായി, വ്യക്തികളുമായിട്ട്. അഥവാ ഈ വിഷയങ്ങളിൽ നിന്ന് മാറി ചെയ്യുവാണെങ്കിലും അപ്പം അവിടെ എന്തുണ്ടാവും? ഭാവന ലോകം സൃഷ്ടിക്കും. അതായത് നമ്മൾ ഈ സർക്കിൾ വിട്ടിട്ട് നമ്മുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ ഔട്ട്സൈഡ് സർക്കിൾസ് നമ്മൾ പോകുമ്പം ഇത് ഉണ്ടായി വരും. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാൻ അവന് ആ അതീന്ദ്ര തലത്തിലുള്ള ചിലതിനൊക്കെ അവന് പിന്നെ he has to draw upon those, അതിനെയൊക്കെ സപ്പോർട്ടിനായിട്ട് ഉപയോഗിക്കും. അപ്പൊ അവിടെ വരുമ്പം ആ ചർച്ചയിൽ ആ മറ്റേ ആളെ നമുക്ക് ബോധിപ്പിക്കാനും പറ്റത്തില്ല, നമ്മുടെ ഊർജ ശോഷണവും നടക്കും അവിടെ. അപ്പോ ആ അതീന്ദ്ര തലത്തിലുള്ള വിഷയങ്ങളെ ചർച്ചയിൽ കൊണ്ടുവന്നാൽ അപ്പോ നമ്മുടെ സമയം പോകും, ഊർജശോഷണം നടക്കും. അതാണ് അവിടെ സംഭവിക്കുന്നത്. ഈ കാര്യം പല സാധകർ ശ്രദ്ധിച്ച് കാണേണ്ടതാണ്. അതുകൊണ്ടാണ് അവർക്ക് ഗുരു കൊടുക്കുന്ന വർക്കിൽ ഏർപ്പെട്ട് സാധകരുടെ കൂടെ മാത്രം സംസർഗവും ഇന്ററാക്ഷൻ നിലനിർത്തിയാൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. അവരെ ആ എനർജി സമയം കളയാതെ അവരുടെ ആ സ്പിരിച്വൽ ഗ്രോത്തിന് കുറച്ചുകൂടെ അറ്റ് എ ഫാസ്റ്റർ സ്പേസ് അത് മുന്നോട്ട് പോകും. അതാണ് ഈ ഫസ്റ്റ് പാരഗ്രാഫിൽ ഗുരുജി പറഞ്ഞത്. അടുത്തത് ഈ പിന്നെ ഈ പറഞ്ഞ പോലെ ഭൗതിക ലോകത്തിൽ പോയി അവിടെ ചർച്ചയിൽ ഏർപ്പെട്ടാൽ അവിടെ ഊർജശോഷണം നന്നായിട്ട് നടക്കുന്ന കാര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അവിടെ ഒരു പല വിരോധാഭാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതായത് വിട്ടുവിന് വേണ്ടി രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്തുകൊണ്ട് നമ്മൾ അവിടെ കൂടുതൽ ഇന്ററാക്ട് ചെയ്യരുത് എന്ന് പറയുന്നത്, കാരണം അവിടെ ഒരു ഭാവന കൂട്ടുന്ന ചർച്ചകളിൽ ഏർപ്പെട്ടാൽ അവിടെ തന്നെ നമുക്ക് കാണാം കുറെ വിരോധാഭാസങ്ങൾ കാണുന്നത്. ഫോർ എക്സാമ്പിൾ, എന്താണ് ഈ വിരോധാഭാസം എന്നാണ് ഗുരുജി പറയുന്നത്. അവരുടെ അടുത്ത് which is contradictory. And what about മറ്റേ ഫാന്റസി ആയിരുന്നോ, മറ്റേ ദിനസ്വപ്നങ്ങൾ എന്ന് പറഞ്ഞ പറഞ്ഞ? Yes, fantasy no, daydreaming. Okay, now സാധക പിന്നെ എന്താണ് വിരോധാഭാസം? വാട്ട് ഇസ് കോൺട്രഡിക്ടറി? അവര് ദൈവം ഉണ്ട് എന്ന് പറയും, പക്ഷെ അവര് ദൈവമാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയും. വേറൊരു കോൺട്രഡിക്ഷൻ, തത്വമസിയില് വിശ്വസിക്കുന്നു എങ്കിലും അത് സാധന വഴി അനുഭവിച്ചറിയാൻ പിന്നെ കഷ്ടപ്പെടാൻ തയ്യാറല്ല. ദീസ് ആർ സം കോൺട്രഡിക്ഷൻസ്. നോൺ സാധക്സ് ആണ് ഇവര്. അപ്പൊ നോൺ സാധക്സ് കെട്ടിപ്പടുത്തിയത് മീൻസ് വാട്ട് ദേ ഹാവ് ബിൽട്ട് അപ്പ്, ഭാവന ലോകത്തിൽ അവർ ഉണ്ടാക്കിയത്. ദൈവത്തിൽ വിശ്വസിക്കുന്നു, അവര് അതിനെ ബേസ് ചെയ്ത് ദൈവത്തിൽ വിശ്വസിക്കുന്നു. എന്തിന്? മാനസിക ആശ്വാസം കിട്ടാൻ വേണ്ടി. പ്രബലമായ ഒരു മനസ്സ് എന്ന് പറഞ്ഞ സ്ട്രോങ് ആയിട്ടുള്ള ഒരു മനസ്സിൽ ഈശ്വരൻ ഒരു ചിന്തയായാണ് കിടക്കുന്നത് ഇവർക്ക്. അത് പിന്നെ അതേ മനസ്സ് അവനെ മറ്റ് ആശയങ്ങളിലും കൊടുക്കും. അങ്ങനെ വരുമ്പോ എന്താ പറ്റും? അവന് ആ ചിന്തയുടെ വേലികേറ്റവും പിന്നെ വികാരങ്ങളുടെ ഒക്കെ വേലികേറ്റം വരുമ്പോ അവൻ അസ്വസ്ഥനാകും, അശാന്തനാകും, അസന്തുഷ്ടനാകും, അങ്ങനെയൊക്കെ ആയി മാറും. ആകെ ഒരു അൺസർട്ടനിറ്റിയിലുള്ള ഒരു ജീവിതമാണ് ആ നോൺ സാധക
നയിക്കുന്നത്. മറുവശത്ത് ഞാനൊരു അങ്ങനെ ജീവിച്ച് പിന്നെ ഹി വിൽ സ്വയം പിന്നെ സമാധാനിപ്പിക്കുന്ന ഇങ്ങനെയാണ്, ഞാൻ ഒരു നല്ല വിശ്വാസിയാണ് എന്ന ഒരു ജീവിതത്തിൽ ജീവിച്ചു പോകും. ബട്ട് അത് എന്താണ് വ്യക്തമാക്കുന്നത്? അവന്റെ മനസ്സിന്റെ പിടിയിലാണ്. ആ മനസ്സ് അവന് ഈ ഉത്തരങ്ങളെല്ലാം കൊടുക്കുന്ന. ഇതിനകത്ത് അശാന്തനാകുന്നതും മറ്റേ കാര്യങ്ങളും എല്ലാം പോയിന്റ്സ് ടു ദ ആബ്സെൻസ് ഓഫ് ദ നിരീക്ഷകൻ. അതാണ് അവിടെ. അപ്പൊ ഇതാണ് സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത്. ഈ നോൺ സാധക്സിന്റെ വേൾഡ് ഇങ്ങനെയാണ്, അതിനകത്ത് സാധക്സ് പെടാൻ പാടില്ല എന്നുള്ള ഒരു ഹൈലൈറ്റ് ചെയ്യാനായിട്ടാണ് സെക്കൻഡ് പാരഗ്രാഫ് തന്നിരിക്കുന്നത്. മൂന്നാമത്തെ പാരഗ്രാഫില് നമ്മള് ഈ പാത്ത് ഇവരുടെ കൂടെ ചർച്ചയ്ക്ക് പോകരുതെന്ന് ഉള്ള ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. വിത്ത് ഗ്രേറ്റർ ഫോക്കസിങ് വൈ ഇറ്റ് ഷുഡ് നോട്ട് ബി ഡൺ. Because one thing, it takes you to the that imagination world, and you will give in yourself to the mind. You are going away in the opposite direction, away from the satta or the absolute. You're not developing the nirikshagan in you. That is the main reason. അപ്പൊ അതുകൊണ്ട് അങ്ങോട്ട് പോകരുത്. ഇനി അടുത്തത് കുറച്ചുകൂടി പിടിച്ച് അതിനകത്ത് പറയുന്നുണ്ട്. ആ സാധക് പിന്നെ ഒരു സാധക് ഈ കാഴ്ചപ്പാടിൽ നിന്നും മുക്തനാകേണ്ടതാണ്. അറിഞ്ഞ എന്തിൽ നിന്നും മുക്തനാവണം? ഈ അശാന്തനാകുന്നത്, അതൃപ്തനും അസന്തുഷ്ടനും, അതിൽ നിന്നും അവന് മുക്തനാകേണ്ടതാണ്. പിന്നെ അവർ അങ്ങനെ ആകാനുള്ള കാരണം അവര് ഭാവനാ ലോകത്തിലായതും കൊണ്ടാണ്, സത്തയിൽ നിന്നും മാറിയതും കൊണ്ടാണ്. ആ സത്തയിൽ നിന്നും മാറിയത് കൊണ്ട് നിരീക്ഷകൻ ഇല്ലാതെ പിന്നെ സ്വാർത്ഥത കൂടി. ആ സ്വാർത്ഥത കൂടിയപ്പം സ്നേഹം തേടുന്നു. സ്നേഹം തേടി പോകുമ്പം വഞ്ചിക്കപ്പെടുന്നു, സ്നേഹം കിട്ടൂല. ആ മറ്റേ പാർട്ടിക്ക് സ്നേഹം കിട്ടണം, അതിനു വേണ്ടി നമ്മളെ ഒന്നിനും കൺസിഡർ ചെയ്യാതെ നമ്മളെ കബളിപ്പിക്കുന്നത് പോലെയാണ്. പിന്നെ സ്നേഹം തേടുവാനും ഒരു കാരണമുണ്ട്, ദുഃഖം ഉള്ളിൽ ഉള്ളതും കൊണ്ടാണ്. ആ മനോതലത്തിൽ വർത്തിക്കുന്നതും കൊണ്ട് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നു. എക്സ്പെക്ടേഷൻസും മറ്റേതും ഒക്കെ ഉണ്ടാകുന്ന കാരണം അവിദ്യ മൂലം നമുക്ക് ഉണ്ടാകുന്ന ചില ഔട്ട്കംസ് ആണ് ദുഃഖം. പ്രതീക്ഷിച്ചത് പോലെ നടക്കത്തില്ല കാര്യങ്ങൾ. അപ്പൊ അത് കാരണം സ്നേഹം ഉള്ളിൽ ഇല്ലാതെ പോയി. അപ്പൊ ഇങ്ങനെ ഈ സ്നേഹവും തേടി ഇങ്ങനെ പോകുന്നതും ഇത് ഒരു സൈക്കിൾ പോലെയാണ്, ഒരു ചെയിൻ ഇവന്റ് പോലെ ഇവൻ ഇങ്ങനെ വർത്തിച്ചു പോകും. അപ്പൊ സ്വതന്ത്രനാകുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സാധകൻ ഇതിനകത്ത് പെട്ടു പോകാതെ ഇതിൽ നിന്നും എല്ലാം സ്വതന്ത്രനാകണമെങ്കിൽ അവന് ഈ നിമിഷത്തിൽ നിന്ന് നിരീക്ഷകനെ ഡെവലപ്പ് ചെയ്ത് അതിൽ വർത്തിച്ച് നിരീക്ഷണം വഴിയെ സ്വാതന്ത്ര്യം കിട്ടുകയുള്ളൂ. അങ്ങനാണെങ്കിലേ സത്തയെ അനുഭവിച്ച് അറിയാൻ പറ്റുകയുള്ളൂ. ഇത്രയും ഗുരുവിന്റെ പാദാരവിന്ദങ്ങൾ സമർപ്പിച്ച് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ഹരി ഓം. ഹരി ഓം. ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിലും ഗുരുജി ആ നിരീക്ഷകന്റെയും നിരീക്ഷണത്തിന്റെയും പ്രാധാന്യത്തെ കുറിച്ചാണ് പറയുന്നത്. അതായത് നിരീക്ഷകന്റെ ട്രാക്കിൽ നിന്നും മാറിപ്പോയാൽ സംഭവിക്കാവുന്ന ഭവിഷ്യത്തുകളെ കുറിച്ച് ഗുരുജി വളരെ വിശദമായി ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ഗുരുജി ധ്യാനസാധകർക്ക് ലക്ഷ്യത്തിലെത്തുവാൻ വ്യക്തമായ ഒരു ട്രാക്ക് വരച്ചു തന്നിട്ടുണ്ട്. അതായത് ധ്യാന സാധകൻ ആ നിരീക്ഷകനായി മാറുന്നു. നിരീക്ഷകൻ ആന്തരിക നിരീക്ഷണം, നിശ്ചലത, നിശബ്ദത, സത്ത. ധ്യാന സാധകനിൽ നിന്നും സത്തയിലേക്കുള്ള ആ കറക്റ്റ് ട്രാക്ക് ഗുരുജി നമുക്ക് കുറച്ച് ദിവസങ്ങളിലെ വൃത്തത്തിലെ ശൂന്യതയിലൂടെ വളരെ വ്യക്തമാക്കി തന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ആ ആന്തരിക യാത്രക്കുള്ള ട്രാക്ക്. ധ്യാന സാധകൻ സ്വയം നിരീക്ഷകനാവുക, ആന്തരിക നിരീക്ഷണം നടത്തി മനസ്സിനെ നിശ്ചലമാക്കുക. ആ നിശബ്ദതയിലാണ് സത്തയുമായി സാക്ഷാത്കാരം നടക്കുന്നത്. അപ്പൊ ഇവിടെ ഞാൻ പെട്ടെന്ന് എനിക്കൊരു ഉദാഹരണം മനസ്സിൽ വന്നത് ഒന്ന് പറയാം. അതായത് ഇപ്പൊ ഒരു കായിക മത്സരത്തില് 100 മീറ്റർ ഓട്ടത്തിനുള്ള ഒരു തയ്യാറെടുപ്പുകൾ നടന്നു വരികയാണ് എന്ന് കരുതുക. അവിടെ ഓരോ കായിക താരത്തിനും ഓരോ ട്രാക്ക് ഉണ്ട്. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്നും അണിനിരക്കുന്ന കായിക താരങ്ങളുടെ ലക്ഷ്യം
ആ ഫിനിഷിംഗ് പോയിന്റ് ആയിരിക്കും, അതിലായിരിക്കും അവരുടെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ ഓടുമ്പോൾ ട്രാക്ക് മാറിപ്പോയാൽ അവൻ ഡിസ്ക്വാളിഫൈഡ് ആവും, അവന് പിന്നെ ലക്ഷ്യത്തിൽ എത്തുവാൻ കഴിയില്ല. അതുകൊണ്ട് മത്സരത്തിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ ട്രാക്കിൽ നിന്ന് വ്യതിചലിക്കാതെ ഫിനിഷിംഗ് ലൈനിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിച്ചോടും. അതുപോലെ ഒരു ട്രാക്കാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇത് പുറമേക്കുള്ള ഓട്ടമല്ല, ആന്തരികമായിട്ടുള്ള യാത്ര. ഗുരുജി ധ്യാനസാധകർക്ക് ആ ഒരു അവരുടെ ട്രാക്ക് എന്താണെന്ന് വ്യക്തമായി കാണിച്ചു തന്നിരിക്കുന്നു. ധ്യാനസാധകൻ നിരീക്ഷകനായി ഈ നിമിഷം എന്ന ട്രാക്കിൽ നിരീക്ഷണം നടത്തി പ്രയാണം തുടരുന്നു. അവന് മറ്റൊരു ലക്ഷ്യവുമില്ല, ലക്ഷ്യം എന്നത് സത്ത മാത്രം. ആ ഒരു ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ ട്രാക്കിലൂടെ സഞ്ചരിക്കണം, അല്ലെങ്കിൽ ഉണ്ടാകാവുന്ന ഭവിഷ്യത്തുകളാണ് പറയുന്നത്. കാരണം മനസ്സെപ്പോഴും നമ്മളെ ട്രാക്ക് മാറ്റി ഓടിക്കാൻ പ്രേരിപ്പിക്കുന്നു. അപ്പം എങ്ങനെയാണ് ഈ ട്രാക്ക് മാറുന്നത്? നിരീക്ഷണം ദുർബലമാകുമ്പോൾ മനസ്സ് പലതിലേക്കും വഴിമാറി പോകുന്നു. അപ്പൊ ഇവിടെ ആത്മീയതയിൽ തന്നെ പല പല പാതകളുണ്ട്. നമുക്ക് മുമ്പേ പോയി കഴിഞ്ഞ മഹാഗുരുക്കന്മാരുടെ പാതകളും അനുഭവങ്ങളും ഓരോന്നും വ്യത്യസ്തമായിരിക്കും. ഉദാഹരണത്തിന് രമണ മഹർഷി, ശ്രീനാരായണ ഗുരുദേവൻ, ചട്ടമ്പൽ സ്വാമികൾ, തക്കല സ്വാമികൾ, പൂന്തുറ സ്വാമികൾ, യോഗാനന്ദ പരമഹംസൻ, ചിന്മയാനന്ദ സ്വാമികൾ, ശ്രീരാമകൃഷ്ണ പരമഹംസർ തുടങ്ങിയ ഗുരുക്കന്മാരൊക്കെ പിന്തുടർന്ന പാതകൾ വ്യത്യസ്തമായിരുന്നു. അവരൊന്നും അവരുടെ യോഗസിദ്ധികൾ പേരിനോ പ്രശസ്തിക്കോ വേണ്ടി ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇന്നത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ആത്മീയതയെ ഒരു ബിസിനസ് ആക്കി മാറ്റാൻ ചില കെട്ടുകഥകൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിൽ വീഴുന്നതിന്റെ അപകടമാണ് ഗുരുജി ഇവിടെ ചൂണ്ടിക്കാണിച്ചു തരുന്നത്. ചിലവര് ചക്രാധ്യാനം, അല്ലെങ്കിൽ ഇത്ര ദിവസം കൊണ്ട് ഇതിലെ ഈശ്വര സാക്ഷാത്കാരം നേടാം. കഴിഞ്ഞ ദിവസം ഗുരുജി ഒരു സ്ക്രീൻഷോട്ട് ഇട്ടത് ഓർമ്മ വരുന്നു. എത്രയോ രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈശ്വരനെ കാണാൻ പറ്റുന്നൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കെട്ടുകളിലേക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ ധ്യാന സാധകൻ അവന്റെ ട്രാക്കിൽ നിന്ന് മാറുകയാണ്. അപ്പൊ നിരീക്ഷണം ശക്തമല്ലെങ്കിൽ മനസ്സ് പുറമേ കേൾക്കുന്നതിലേക്ക് ശ്രദ്ധ തിരിക്കും. അവിടെ വേറൊരു കാര്യം പറയുന്നത്, സാധകരല്ലാത്തവര്, ഈശ്വരനിൽ വിശ്വസിക്കുന്നവർ, അവർക്ക് പ്രശ്നങ്ങൾ വരുമ്പോൾ അവര് ക്ഷേത്രത്തിൽ പോകുന്നു. അവർക്ക് ഈശ്വരനെ വിശ്വസിക്കുവാനാണ് ഇഷ്ടം. എന്നാൽ ഈശ്വര സാക്ഷാത്കാരം അവർ ഇഷ്ടപ്പെടുന്നില്ല. കാരണം സാധനാ ജീവിതം മനസ്സിന് അധികം സ്വാതന്ത്ര്യം നൽകുന്നില്ല. പക്ഷെ പൊതുവെ എല്ലാവർക്കും ആ മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് ഇഷ്ടം. പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം ഈശ്വരനെ തേടുന്നു. പ്രശ്നങ്ങൾ കഴിയുമ്പോഴേ ഈശ്വരനെ മറന്നു പോകുന്നു. യഥാർത്ഥത്തിൽ ഈശ്വരൻ എന്താണെന്നുള്ള ആ ഒരു വ്യക്തമായ ധാരണ പോലും അവർക്കില്ല. പക്ഷെ മനസ്സിന് സ്വാതന്ത്ര്യം വേണം. മറ്റുള്ളവർ അനുഭവിച്ചതിനെ കുറിച്ച് കേൾക്കുന്നതോ അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കുന്നതോ ധ്യാന സാധകന് യാതൊരു ഗുണവും ചെയ്യുന്നില്ല. എന്ന് മാത്രമല്ല മനസ്സ് പ്രബലമാവുകയും ചെയ്യും. ഇങ്ങനെ പലതും നമുക്ക് കേൾക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവർക്ക് കിട്ടിയ പിന്നെ സിദ്ധികള്, അല്ലെങ്കിൽ അവര് പോകുന്ന പാതകള്, അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങള്. നമ്മൾ ഇതിനൊക്കെ ചെവി കൊടുക്കാൻ പോയി കഴിഞ്ഞാൽ നമ്മുടെ ട്രാക്കിൽ നിന്ന് നമ്മൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനോടൊന്നും പ്രതികരിക്കാതെ നമ്മുടെ ട്രാക്ക് ഏതാണ് ഗുരുജി കൃത്യമായി കാണിച്ചു തന്നിട്ടുണ്ട്, ആ ട്രാക്കിലൂടെ നമ്മൾ സഞ്ചരിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. പൊതുവെ എല്ലാവരും പുറമേ ആണ് ആശ്വാസം കിട്ടുന്നതിനായി പരിശ്രമിക്കുന്നത്. എന്നാൽ യഥാർത്ഥ ആശ്വാസവും ശാന്തിയും ലഭിക്കുന്നത് അവനിൽ കുടികൊള്ളുന്ന സത്തയെ സാക്ഷാത്കരിക്കുമ്പോഴാണ് എന്ന് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. പൊതുവെയുള്ള ഒരു നിലപാട് അതാണ്. യഥാർത്ഥത്തിലുള്ള ആശ്വാസവും ശാന്തിയും അറിവും എല്ലാം നമ്മൾ എന്തൊക്കെയാണോ തേടുന്നത് അതെല്ലാം സത്തയായിട്ട് നമ്മുടെ ഉള്ളിൽ ആ സത്തയാണ് ഉണ്ട്. അപ്പൊ അതിനെ സാക്ഷാത്കരിച്ച പിന്നെ ഈ പുറമേ തേടേണ്ട ആവശ്യമില്ല. പക്ഷെ അത് പലർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. അപ്പം പൊതുവെ പുറത്ത് കാണുന്നത് എല്ലാവരും മനസ്സിന്റെ സ്വാതന്ത്ര്യമാണ് പുറമേ തേടുന്നത്. അവർക്ക് മനസ്സിന്റെ നിയന്ത്രിക്കാനുള്ള ഒരു താല്പര്യമില്ല. എന്നാൽ ഒരു ധ്യാന സാധകൻ മനസ്സിൽ നിന്നുള്ള സ്വാതന്ത്ര്യമാണ് തേടുന്നത്. നമുക്ക് മനസ്സിനെ നിശ്ചലമാക്കുക, അതാണ് ധ്യാന സാധകന്റെ പ്രധാന ലക്ഷ്യം. പ്രധാന ലക്ഷ്യമല്ല, ആ നിശ്ചലമാക്കി കഴിഞ്ഞാലേ തുടർന്ന യാത്ര സത്തയിലേക്ക് നീങ്ങാൻ സാധിക്കുള്ളൂ.
അപ്പം ഭൗതികരും അല്ലെങ്കിൽ മറ്റുള്ള ഈശ്വര വിശ്വാസികളും ധ്യാന സാധകരും തമ്മിലുള്ള വ്യത്യാസം, അവർ മനസ്സിന്റെ സ്വാതന്ത്ര്യവും ആശ്വാസവും പുറമേ തേടുമ്പോൾ ധ്യാന സാധകൻ ആ എല്ലാം അവന്റെ ഉള്ളിൽ കുടികൊള്ളുന്ന സത്തയിലാണെന്ന് ഗുരുവിൽ നിന്നും മനസ്സിലാക്കി ആ ആന്തരിക യാത്രയാണ് നടത്തുന്നത്. അപ്പൊ അവിടെ മനസ്സിനെ നിയന്ത്രിച്ചേ പറ്റൂ. ഇതിന് ഈ നിമിഷത്തിൽ നിന്ന് സാധന ചെയ്ത് എല്ലാ കർമ്മങ്ങളും സാധനയാക്കി മുന്നോട്ട് പോകണം. അപ്പൊ അതിനുവേണ്ടി അവന് നിരീക്ഷകനെ സദാ ഉണർത്തി നിർത്തണം. അതായത് ധ്യാന സാധകന്റെ ആദ്യത്തെ ഇതെന്ന് പറയുന്ന ആ നിരീക്ഷകനെ ഉണർത്തി ആ നിരീക്ഷകന്റെ വേഷം അണിയുക, നിരീക്ഷകനായിട്ട് തന്നെ നിന്നുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പൊ മനസ്സിനെ നിശ്ചലമാക്കി നിർത്തുവാൻ ഈ നിരീക്ഷകന് മാത്രമേ കഴിയൂ. അപ്പൊ നിരീക്ഷകൻ സാധകനെ സത്തയിലേക്ക് നയിക്കുന്നു. അപ്പൊ ഗുരുജി എല്ലാ രചനകളിലും പൊതുവെ മനസ്സിന്റെ ഈ ചലനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. കാരണം മനസ്സ് ചലിച്ച് പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ പല പല അപകടങ്ങളിലും ചെന്ന് വീഴും എന്ന് സ്വാമിനി അമ്മ ഇതില് ആദ്യം ആമുഖത്തിലെല്ലാം വ്യക്തമായി പറഞ്ഞതുകൊണ്ട് അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഗുരുജിയുടെ ഒരു ആത്മഭാഷണത്തിൽ പറയുന്ന ഒരു കാര്യം ഇന്നത്തെ ഈ വൃത്തത്തിലെ ശൂന്യതയുമായിട്ട് ഒരു സാമ്യമുള്ളത് കൊണ്ട് അത് ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. അതായത് ഒരു ആത്മഭാഷണത്തിൽ രാധ കണ്ണനോട് സത്യത്തെ കുറിച്ച് ചോദിക്കുന്നു. നിത്യമായിട്ടുള്ളതാണ് സത്യം എന്ന് കണ്ണൻ ഉത്തരം നൽകുന്നു. എന്താണ് നിത്യമായിട്ടുള്ളത് എന്ന രാധയുടെ ചോദ്യത്തിന് കണ്ണൻ മൗനം പാലിക്കുന്നു. രാധ വീണ്ടും ചോദിച്ചപ്പോൾ കണ്ണൻ പറയുന്നു, നിത്യത എന്തെന്ന് അറിയുവാൻ നിത്യതയ്ക്ക് മാത്രമേ കഴിയൂ. അപ്പോൾ ഇന്ദ്രിയങ്ങൾ വഴി നിത്യതയെ അറിയുവാൻ ശ്രമിച്ചത് എന്തുമാത്രം വിഡ്ഢിത്തരമാണെന്ന് രാധ തിരിച്ചറിയുന്നു. അപ്പൊ ഇവിടെ മനസ്സുകൊണ്ട് ഒരിക്കലും നമുക്ക് ആ നിത്യസത്യത്തെ അറിയുവാൻ കഴിയില്ല എന്നുള്ള സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. അതുകൊണ്ടാണ് മനസ്സിനെ നിശ്ചലമാക്കണം. അതാണ് ആദ്യത്തെ ഒരു നമ്മളെ ആന്തരിക യാത്രയിലുള്ള പ്രധാനപ്പെട്ട ഒരു ചവിട്ടുപടി. അപ്പോൾ സാധകന് നിത്യതയായ ആ സത്തയെ അറിയണമെങ്കിൽ മനസ്സിനെ നിശ്ചലമാക്കി നിരീക്ഷണം തുടർന്നാൽ മാത്രമേ കഴിയൂ. അപ്പൊ ധ്യാന സാധകൻ നിരീക്ഷകനാകുക, ആന്തരിക നിരീക്ഷണത്തെ ധ്യാനമാക്കുക എന്ന സന്ദേശമാണ് ഗുരുജി ഇന്നത്തെ വൃത്തത്തിലെ ശൂന്യതയിലൂടെ പകർന്നു തന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ വാക്കുകൾ ഗുരുവാദങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രണാമം. ഹരിയോം. ഹരിയോം. ശരിക്കും ഇന്നത്തെ വിഷയം ഇന്നത്തെ സമൂഹത്തിന് ഏറ്റവും കൂടുതൽ ഒന്ന് വിചിന്തനം ചെയ്യേണ്ട ഒരു വിഷയമാണ്. കാരണം അതീന്ദ്രിയം ഇതാണ് ഇന്ന് എവിടെ പോയാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം. യൂട്യൂബിൽ അതീന്ദ്രിയം എന്ന് പറഞ്ഞ ഒരു ടൈറ്റിൽ കണ്ടാൽ തന്നെ ആളുകൾ അങ്ങ് റഷ് ചെയ്യുവാണ് അതിൻ്റെ കാണാനും അതിനെക്കുറിച്ച് അറിയാനും കേൾക്കാനും. എന്നാൽ ഇപ്പം മീ ടു മീയെ കണക്ക് നമ്മുടെ ഈ ചർച്ചകൾ ഇടുമ്പോൾ അവിടെ അത്ഭുത പ്രതിഭാസങ്ങളൊന്നുമില്ല. കുറച്ച് വാക്കുകളേ ഉള്ളൂ. അത് ഇപ്പം നമുക്കറിയാം, നമ്മുടെ ഈ ടോക്ക് കേട്ട് കഴിഞ്ഞാൽ തന്നെ 4-5 പദങ്ങളാണ് അതിൽ. സത്ത, നിരീക്ഷകൻ, വിവേചന ബുദ്ധി, ഈ സാധകൻ, 4-5 ടേംസാണ്. പക്ഷേ ഈ 4-5 ഓരോ വാക്കിൻ്റെയും അർത്ഥം ഒരു സാധകൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാത്രം മതി. നീ നിരീക്ഷകൻ എന്താണ് എന്ന് ആ വാക്കിൻ്റെ യഥാർത്ഥ സത്ത മനസ്സിലാക്കിയാൽ അവൻ ആ പറയുന്ന ബോധപ്രാപ്തനാകും. അതാണ് അതീന്ദ്രിയവും ഒരു സാധനാ പന്ഥാവിലുള്ള യാത്രയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ഇപ്പം ഞാൻ എൻ്റെ തന്നെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ,
നമ്മൾ ഒരു 20 ആ പ്രായത്തിൽ നമ്മൾ ഒരു ഗുരുവിൻ്റെ അടുത്ത് വരുവാണ്. അപ്പോൾ അന്ന് ഒരു ഗുരു എന്താണെന്നോ ആത്മീയത എന്താണെന്നോ ഒന്നും എനിക്കറിയില്ല, ദൈവം എന്താ ഒന്നും അറിയില്ല. പക്ഷേ നമ്മൾ ആഗ്രഹിച്ചത് അന്ന് വേറൊന്നുമല്ല, വന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുക, ഭൗതികമായ. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു ഭയങ്കര അട്രാക്ഷൻ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്രാവശ്യം ഇതുണ്ട്, നമ്മൾ അമൃതാനന്ദമയ ആശ്രമത്തിൽ പോയിട്ട് നമ്മൾ ഗുരുജിയായിട്ട് പോയതാണ്. പോയിട്ട് ഈ മറ്റേ അവിടുത്തെ അമൃതാനന്ദമയുടെ അവിടെ പോയിട്ട് ചോദിക്കാൻ പോയ എന്താണ്, എനിക്ക് IPS കിട്ടണം. ഈ ആഗ്രഹവുമായിട്ടാണ് അന്ന് പോയത്. അന്ന് കൂടെ എൻ്റെ ഗുരുവും ഉണ്ട്. ചോദിച്ചോളൂ. അങ്ങനെ പോയി അവിടെ ചെവിയിലൊക്കെ മന്ത്രിച്ച് എനിക്ക് IPS കിട്ടണം. അന്ന് ഈ IASന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനൊക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞത് അവസാനം അറിയാമല്ലോ അപ്പോൾ അവസ്ഥ. അപ്പം ഇതാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ ഒരു മനസ്സിൻ്റെ ഒരു പോക്ക്. ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കണം. അപ്പം ഇതാണ് ഒരു ഈശ്വര സങ്കല്പം. അപ്പോൾ പലരും പക്ഷേ എന്നിൽ നിന്നും ബാക്കിയുള്ളവരിൽ നിന്നുള്ള വ്യത്യാസം വന്നതെന്ന് പറഞ്ഞാൽ, ഞാൻ മാറ്റത്തിന് ഇപ്പോൾ ആ ഒരു സങ്കല്പം നടന്നില്ലെങ്കിൽ നമുക്ക് അത് കളഞ്ഞു പോകാൻ അതൊന്നുമല്ല. ഞാൻ എന്നെക്കുറിച്ച് ഒരു സാധകൻ എന്ന രീതിയിൽ എൻ്റെ മനസ്സിനെക്കുറിച്ച് പഠിക്കുവാൻ തയ്യാറായി. ഒരു സാധാരണ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവൻ പോകുന്നത് എന്താണ്, സാധനാ കേന്ദ്രത്തിൽ അവൻ ഒരിക്കലും പോകില്ല. അപ്പോൾ നമ്മുടെ തന്നെ സെൻറ്ററിൽ നോക്കൂ, ആളുകൾ വരും, അടുത്ത ദിവസം പോകും. കാരണം എന്താണ്, സാധന ചെയ്യണം, മനസ്സിനെ നിരീക്ഷിക്കണം. മറ്റേതാണ് എളുപ്പമാണ്, ക്ഷേത്രത്തിൽ പോവുക, വഞ്ചിയിൽ കുറച്ച് പൈസ ഇടുക, സംഭവങ്ങൾ കാര്യങ്ങൾ. ഇപ്പോൾ ഇത് നടന്നില്ലെങ്കിൽ അടുത്ത മൂർത്തി, അടുത്ത ക്ഷേത്രം, കുറേ പൂജ ചെയ്യുക, അത് കിട്ടും, പണം സമ്പാദിക്കാൻ പറ്റും, ദുഃഖങ്ങൾ തീരും, മക്കൾക്ക് നല്ല നിലയിലെത്തും, ജീവിതത്തിൽ ഉന്നതി ഉണ്ടാകും. ഇതാണ് ഇന്ന് സമൂഹം, എളുപ്പമാർഗങ്ങളാണ്. അതാണ് ഗുരുജി ഇതിൻ്റെ അകത്ത് എടുത്ത് പറയുന്നത്. ദൈവത്തെ വിശ്വാസമുണ്ടോ? വിശ്വാസമുണ്ട്. നിന്നിൽ ദൈവമുണ്ടോ? അതിന് ഉത്തരവില്ല. കാരണം അവന് ഒരു യാത്രയ്ക്ക്, ഒരു നിരീക്ഷണത്തിന് അവൻ തയ്യാറല്ല. അന്ധതയാണ്. ഇപ്പം തന്നെ യോഗയിലേക്ക്, ഇപ്പോൾ ക്രിയായോഗ മാർഗം ഒന്നും ഇപ്പം ഇന്ന് ആളുകൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല അഭ്യസ്തവിദ്യരും സമൂഹത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന പലരെയും നമുക്ക് കാണുമ്പോൾ നമുക്ക് ചോദിച്ചാൽ പലരും ഇന്ന് ഇതിലൂടെ പോവുകയാണ്. ഇപ്പം യോഗാനന്ദ പരമഹംസരുടെ ബുക്ക് വായിച്ച് തന്നെ പലരും ഇൻഫ്ലുവൻസ്ഡ്. വായിച്ചു കഴിഞ്ഞാൽ ആസ്ട്രൽ ട്രാവൽ നടക്കാം, മറ്റേതാണ് ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഒരു 2 ആഴ്ച കൊണ്ട് അല്ലെങ്കിൽ 1 മാസം കൊണ്ട് അങ്ങ് പരമപദത്തിലെത്താം എന്നൊക്കെ ഉള്ളതാണ്. ശരീരം വിട്ട് ഞാൻ ഈ ലോകം മുഴുവനും അങ്ങ് കറങ്ങി പോയിട്ട് ഞാനിപ്പോൾ തിരിച്ച് ശരീരത്തിൽ വരും എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ആളുകൾ വരെ ഇന്ന് ഈ പറയുന്ന ഹൈ സൊസൈറ്റിയിൽ ഇരിക്കുന്ന ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഇതിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് അത്രമാത്രം മൂഢ ലോകത്തിലാണ്. ഇപ്പം നമ്മുടെ ഗുരുവിൻ്റെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് വരെ അറിയാം, ഗുരു ഇന്ന് വരെ എന്തെങ്കിലും അത്ഭുതങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട് എന്ന് അദ്ദേഹം ഒരു ക്ലെയിം ചെയ്യുന്നില്ല. എന്നാൽ വേറെ എവിടെ പോയി നോക്കൂ, ഇപ്പോൾ ഗുരുവായൂർ തന്നെ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നമ്മൾ ഗുരുജിയുമായിട്ട് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒരു ആളെ ഉണ്ട്, 30 കൊല്ലമായിട്ട് സൈലൻസിലാണ്. അപ്പോൾ ആളെ കാണാമെന്ന് വെച്ചാൽ അത് കാണാൻ പറ്റത്തില്ല, അദ്ദേഹം അകത്തെ റൂമിലാണ്. നിങ്ങൾ കത്ത് കൊടുത്താൽ മതി, കൊടുത്തു കഴിഞ്ഞാൽ ആ സംഭവങ്ങൾ എല്ലാം നടക്കും. പിന്നെ അടുത്ത അവിടെ സംഭാവന പെട്ടിയും കാണിച്ചു. അപ്പോൾ അതിൻ്റെ അകത്തും നമുക്ക് ഇട്ട് കത്ത് കൊടുത്താൽ കാര്യങ്ങൾ നടക്കും. ഇനി ഈ അത്ഭുതങ്ങൾ പിന്നെ ഇങ്ങനെ അങ്ങ് വിളമ്പുവാണ്. അവിടെ ആളുകൾ കൂടുവാണ്. കാരണം എല്ലാവർക്കും എന്താണ്, ആശ്ചര്യങ്ങളാണ്. തന്നിലേക്ക് നോക്കാൻ അവരാരും റെഡിയല്ല. പുറമേ നോക്കുക, എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കുക എന്ന ഒരു ചിന്ത മാത്രം. അപ്പം ആ അന്ധതയിൽ നിന്ന്, അതാണ് പലപ്പോഴും ഗുരുക്കന്മാർ പറയുന്നത്,
നിനക്ക് കണ്ണുകളുണ്ട്, പക്ഷേ കാഴ്ചയില്ല. യഥാർത്ഥ കാഴ്ച നിൻ്റെ ഉള്ളിലെ കണ്ണ്, അകക്കണ്ണ് തുറക്കുമ്പോഴാണ്. അകക്കണ്ണ് തുറക്കുന്നത് എന്താണ്? അതേക്കുറിച്ച് എന്താണ് ഉദ്ദേശിക്കുന്നത്? നീ നിന്നെ പച്ചയായി കാണുക. നിന്നിൽ നടക്കുന്ന വികാര വിക്ഷോഭങ്ങളെ നീ അറിയുക. ഇന്ന് എല്ലാവർക്കും സ്നേഹം വേണം. അതാണ് ഗുരുജി പറയുന്നത്, സ്നേഹത്തിൻ്റെ പുറകെയാണ്. പക്ഷേ ഗുരുജി അതിലെടുത്തു പറയുന്നു, സ്നേഹം നീ അന്വേഷിക്കുവാനുള്ള അടിസ്ഥാന കാരണം നീ ദുഃഖിതനാണ്. നിന്നിലെ ദുഃഖം, നിന്നിൽ സന്തോഷമില്ല. നീ സന്തോഷം പുറമേ തേടുകയാണ്. പുറമേ നിന്ന് ഒരു വസ്തുവിനോ ഒരു വ്യക്തിക്കോ യാതൊന്നിനും നിനക്ക് ശാശ്വതമായ നിലനിൽക്കുന്ന ഒരു സന്തോഷം അല്ലെങ്കിൽ ആനന്ദം അല്ലെങ്കിൽ ഒരു സ്നേഹം നിനക്ക് ഒരു വിധത്തിലും നിനക്ക് കിട്ടില്ല. അതാണ് ഒന്നിന് പുറകെ വേറൊന്നിന്. ആളുകൾ നോക്കാം, 4 or 5 കല്യാണം കഴിക്കുവാണ്, ഒന്നും സാറ്റിസ്ഫൈഡ് അല്ല. എത്ര ധനം എത്ര ഉണ്ടെങ്കിലും അവൻ സാറ്റിസ്ഫൈഡ് അല്ല, ഇനിയും വേണം. ഇതില്ലെങ്കിൽ അക്കരെ പച്ച കണക്ക് അവനിങ്ങനെ, അത് ആ മനസ്സിൻ്റെ ഒരിക്കലും അടങ്ങാത്ത മനസ്സിൻ്റെ വ്യാപാരങ്ങളാണ്. അതിനെ ദിവസേന അവൻ പോഷിപ്പിക്കുകയാണ്. അതാണ് ബോധോദയം ലഭിച്ച അവധൂതജിയെ കണക്കുള്ള ആ പരമഗുരുക്കന്മാർ, അവതാര പുരുഷന്മാർ വീണ്ടും വീണ്ടും എടുത്തു പറയുന്നത്, നിന്നിലെ സത്തയെ, നിന്നിലെ നിരീക്ഷകനെ നീ തിരിച്ചറിയുക. നിന്റെ ഉള്ളിലേക്ക് നോക്കുക. നിന്നിൽ നടക്കുന്ന നിന്റെ മനോവ്യാപാരങ്ങളെ നീ ദിവസവും നിരീക്ഷിക്കുക. നീ ഈ നിമിഷത്തിൽ വർത്തിക്കുക. ജാഗ്രതയിൽ നിലനിൽക്കുക. അതിലൂടെ ആ ശാശ്വതമായ ആനന്ദത്തെ, യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയുക. അത് മാത്രമേ നിനക്ക് ഈ അന്ധതയിൽ നിന്ന് അല്ലെങ്കിൽ മൂഢതയിൽ നിന്ന് സ്വയം നിനക്ക് മോചിതനായി കഴിയാൻ സാധിക്കുകയുള്ളൂ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഒരു കഥയിലൂടെ ഞാൻ ആരംഭിക്കാൻ ശ്രമിക്കുകയാണ്. ഒരു ഗ്രാമത്തിലൊരു ക്ഷേത്രമുണ്ടായിരുന്നു. അപ്പൊ ക്ഷേത്രത്തില് നിത്യപൂജകൾ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം ഒരു മേൽശാന്തി അവിടെയുണ്ട്. എല്ലാ ദിവസവും നേദ്യം കഴിക്കുന്നുണ്ട്. അപ്പം ആദ്യം ഈ നേദ്യം കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അദ്ദേഹം നേദ്യം വെച്ചിട്ട് പുറത്തേക്ക് വാതിലടച്ചിറങ്ങും. അപ്പോൾ അദ്ദേഹം ആദ്യം തിരിച്ച് വാതിൽ തുറന്ന് ചെല്ലുമ്പം നേദ്യം അശേഷം ഉണ്ടാവില്ല. അപ്പോൾ ഇത് ഭഗവാൻ തന്നെ ഭക്ഷിക്കാൻ തുടങ്ങി എന്ന് പറഞ്ഞ് നാട്ടുകാരെ എല്ലാം ബോധ്യപ്പെടുത്തി. നേദ്യം അങ്ങോട്ട് കൊണ്ടുവയ്ക്കുന്നു, കഥ അടച്ച് ഇറങ്ങുന്നു, നേദ്യം തീരുന്നു. വീണ്ടും കഥവ് തുറന്നു ചെല്ലുമ്പോൾ നേദ്യം അപ്രത്യക്ഷം. അപ്പം ജനങ്ങൾ കൂടി. അങ്ങനെ ഒരു ദിവസം എന്ത് ചെയ്തു, അദ്ദേഹം നേദ്യം വെച്ചിട്ട് ഇറങ്ങിയ സമയത്ത് ഒരു കൊച്ചുകുട്ടി കണ്ടുപിടിച്ചു ഈ സമയത്ത് ഒരു പൂച്ച അതുവഴി കയറുന്നത്. പൂച്ച അത് കയറി ഭക്ഷിച്ചിട്ട് ഇറങ്ങി വരുന്നത് ഈ കുട്ടി ശ്രദ്ധയിൽപ്പെടുത്തി. അപ്പോൾ അവിടുത്തെ ആ ഒരു എന്താ പറയാ അത്ഭുതം അവിടെ സ്റ്റോപ്പായി. അപ്പോൾ മേൽശാന്തിക്ക് ഒരു ഉപായം തോന്നി, തിരുമേനിക്ക് ഒരു ഉപായം തോന്നി. എന്ത് ചെയ്തു, ഇനിയും നേദ്യം ഭഗവാന് കൊടുക്കുന്ന നേദ്യം അശുദ്ധമായി കൂടാ. അപ്പൊ എന്ത് ചെയ്യണം, ആ പൂച്ച അവിടുന്ന് മാറുന്നില്ല. ഒരു കാര്യം ചെയ്ത് ഒരു കൊട്ടയിൽ അടച്ചിടാമെന്ന് വിചാരിച്ചു. അവസാനം അദ്ദേഹം നേദ്യം കൊടുക്കുന്നു. നേദ്യം കൊടുക്കുന്നതിന് മുമ്പ് പൂച്ചയെ കൊട്ടയിൽ അടച്ചിടുന്നു. നേദ്യം കൊടുത്തിട്ട് തിരികെ കൊണ്ടുവരുന്നു. അതിനുശേഷം
എന്ത് ചെയ്തു? പിന്നെ അദ്ദേഹം ഈ ആചാരം അതൊരു ആചാരമായി മാറി. നേദ്യം കൊടുക്കുന്നതിന് മുമ്പ് പൂച്ചയെ കൊട്ടയ്ക്കകത്ത് അടച്ചിടണം. അപ്പോൾ ഭഗവാന് നേദ്യം കൊടുക്കണമെങ്കിൽ ഇപ്പോൾ പൂച്ചയെ അടച്ചിടണം. അപ്പൊ ഇതിങ്ങനെ വർഷങ്ങളോളം തുടർന്നുകൊണ്ടിരുന്നു. അപ്പൊ ഇദ്ദേഹത്തിന്റെ മകനും ഇതിങ്ങനെ തുടർന്ന് ഫോളോ ചെയ്തു. മേൽശാന്തിയും മരിച്ചു, പൂച്ചയും ചത്തു. അപ്പൊ എന്ത് ചെയ്തു? ഒരു പൂച്ചയെ കൊണ്ടുവന്ന് കൊട്ടയ്ക്കകത്ത് അടച്ചിടേണ്ട അവസ്ഥ വന്നു. അപ്പോൾ യഥാർത്ഥ സത്യവും പിന്നീടുള്ള ആചരണവും തമ്മിൽ ഇങ്ങനെയാണ്, ആ ഒരു കണക്ഷൻ ഇങ്ങനെയാണ്. പക്ഷെ ഇതെന്താണ്? നമ്മൾ മനസ്സുമായിട്ട് റിലേറ്റ് ആയിട്ട് ചിന്തിക്കുമ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും പലതും ഇങ്ങനെയാണ്. സത്യയിൽ നിന്ന് അകറ്റിക്കൊണ്ട് പോകുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ജസ്റ്റ് ആ ഓടിന്റെ വിടവ് നടച്ചാൽ മതി. അതായിരുന്നു യഥാർത്ഥ അവിടുത്തെ ആ ഒരു ഡ്രോബാക്ക്. അപ്പോൾ ഇതൊന്നും അല്ല യഥാർത്ഥ സത്യത്തിൽ നിന്നും മാറി നിൽക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇന്നത്തെ സമൂഹത്തില് പറയില്ലേ, കുറച്ച് ഫോളോ ചെയ്ത് മുന്നോട്ട് പോകും, എന്നിട്ട് അതിന് എന്തെങ്കിലും ഒരു സിദ്ധികൾ കിട്ടി അൺഫോളോ ചെയ്ത് അവിടെ നിന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? സത്യത്തെപ്പറ്റിയല്ല അറിയാൻ ശ്രമിക്കുന്നത്, അവിടെ മറ്റു പല മാനദണ്ഡങ്ങളും വെച്ചാണ് എന്ത് ചെയ്യുന്നത്. ഇന്നത്തെ സമൂഹത്തില് പലരും എന്ത് ചെയ്യുന്നത്? ജീവനോപാധിയായി മാറ്റിവെച്ചു. അപ്പൊ ഗുരുജി എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന് ഈ ലോകത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടത് ഈശ്വരനാണെന്ന്. കാരണം 5 രൂപ കൊടുത്തിട്ട് 5 ലക്ഷത്തിന്റെ ഓഫറാണ് ചോദിക്കുന്നത്. 5 രൂപ തരാം, ഇത് നടത്തി തരുമെന്ന്. അപ്പൊ യഥാർത്ഥ ആ കൺസെപ്റ്റിനെ, ആ കാഴ്ചപ്പാടുകളും കാഴ്ചയിലുള്ള ആ അന്ധതയും ഒക്കെ ഒന്ന് റിലേറ്റഡായിട്ട് ചിന്തിച്ചു നോക്കിയാൽ എത്രത്തോളം മാറിയിരിക്കുന്നു. അപ്പോൾ ഇവിടെ ആ നിരീക്ഷകൻ അവിടെ ഉണരുവോ? നിരീക്ഷകൻ അപ്രസക്തമാകുന്നതിന് പ്രത്യേകിച്ച് കാരണം വല്ലതും വേണോ? അപ്പൊ ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അവിടെ ഇപ്പം ഒരു ഈശ്വരവിശ്വാസിയോട് ചോദിക്കുകയാണ്, ദൈവം ഉണ്ടോ? ഉണ്ട്. നിന്നിൽ ദൈവം ഉണ്ടോ? ഇല്ല. തന്നിൽ കാണാത്ത ഒരു ദൈവം പുറത്ത് എവിടെ അന്വേഷിക്കുന്നു? അപ്പൊ ഇതിനെപ്പറ്റി ഒരു ഗുരു പറയുകയാണ്, നിന്നിലുള്ള ഈശ്വരനെ നീ അറിയൂ എന്ന് പറയുമ്പോൾ ഞാൻ മജ്ജയും മാംസവും ഒക്കെ രക്തവും ഒക്കെ നിറഞ്ഞ ഒരു ശരീരം മാത്രമല്ലേ, എന്നിലെവിടെ ഈശ്വരൻ കുടികൊള്ളുന്നതെന്ന് അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ കാരണം അവൻ ആ ശരീരത്തെ വിട്ട് അല്ലെ മനസ്സിനെ വിട്ട് അതിനപ്പുറത്തേക്ക് അവൻ ചിന്തിക്കാൻ ശ്രമിക്കുന്നില്ല. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് ഈ അതീന്ദ്രിയത്തിലും അങ്ങനെ ഓരോ സിദ്ധികളിലും ഒക്കെ കുടുങ്ങി കിടക്കുന്നത്. ഒരു സാധന കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്ന വ്യക്തിക്ക് അണിമാലികമ, ഗരിമ, വശ്യത്വം, അങ്ങനെ പ്രകാശം അങ്ങനെയൊക്കെ പറയും പല അഷ്ടസിദ്ധികളും വരും. അതൊക്കെ അവനിലൂടെ കടന്നു പോയെന്ന് വരും. പക്ഷെ അവൻ അതിനെല്ലാം നിരീക്ഷിച്ച് അതിനെ കളയുക എന്നുള്ളതാണ്. കാരണം ഇതൊക്കെ എന്താണ്? ചതിക്കുഴികളാണെന്ന് മനസ്സിലാക്കണം. അപ്പൊ ഈ ഘട്ടത്തിലാണ് നമ്മൾ സാധകര് പ്രബലമായി ചിന്തിക്കേണ്ടത്. മനസ്സ് പ്രബലമായി നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരിക്കലും നിരീക്ഷകനെ നമുക്ക് വീണ്ടെടുത്ത് നമുക്ക് ആ സ്വാതന്ത്ര്യ ബോധത്തിലോട്ട് കടന്നു പോകാൻ നമുക്ക് സാധിക്കില്ല. അപ്പോൾ തീർച്ചയായിട്ടും ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, ഇതൊക്കെ വരും പോകും, വരും പോകും. അങ്ങനെ ആ ഒരു ശ്വാസം എടുക്കുന്നു, ഒരു നിശ്വസിക്കുന്ന സമയം മാത്രം മതി നമ്മൾ വൻ വീഴ്ചകളിലേക്ക് പോവാൻ. അപ്പോൾ ഇതൊക്കെ ചതിക്കുഴികളാണെന്ന് സ്വയം മനസ്സിലാക്കി എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കണം. അതാണ് ഏറ്റവും കൂടുതൽ ഗുരുജി അതിനകത്ത് സ്ട്രെസ് ചെയ്ത് പറയുന്നത്. കാരണം നമ്മൾ വിശ്വസിക്കുന്ന ഏതെങ്കിലും ആശയത്തിൽ നിന്നുകൊണ്ടല്ല ഇതിനെല്ലാം നോക്കി കാണേണ്ടത്, അതിനപ്പുറത്തേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ കാണണം. കാരണം ഇപ്പം വിശേഷാൽ ഗ്രഹിക്കേണ്ടതാണ് വിഗ്രഹം. വിഗ്രഹത്തിന് അപ്പുറത്തേക്ക് നമുക്ക് പോകാൻ സാധിക്കണം. അല്ലെങ്കിൽ പിന്നെന്താണ്? നമ്മൾ അതിൽ തന്നെ നിലകൊണ്ട് നിൽക്കും. അതിൽ മാത്രമേ ആരോപിക്കുള്ളൂ ഈശ്വരനെ. അതിനപ്പുറമുള്ള തത്വമാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. അപ്പൊ വിശേഷാൽ ഗ്രഹിക്കേണ്ട തത്വമാണ് വിഗ്രഹം. അതിനപ്പുറത്തേക്ക് നമുക്ക് സഞ്ചരിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം ഇപ്പൊ പറയില്ലേ ഗുരുജി, ഇപ്പൊ നമുക്ക് ഈ വൃത്തത്തിലെ ശൂന്യത എന്ന വേർഡിങ്സ് തന്നു. നമുക്ക് ഇതിനപ്പുറത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ ആണ് ഗുരുജി ഇട്ട് തരുന്നത്. അല്ലാതെ ഒരിക്കലും ഇതിൽ തന്നെ ഈ ആശയത്തെ തന്നെ കടും പിടിച്ച് നിൽക്കണമെന്ന് ഗുരുജി ഒരിക്കലും അവകാശപ്പെടുന്നില്ല. അതുകൊണ്ടാണ് ഒരു ഡിസ്കഷൻ ചെയ്യണമെന്ന് തന്നെ പറയുന്നത്. കാരണം ഇതിനപ്പുറത്തേക്ക് ഒരു എക്സ്റ്റൻഷൻ കിട്ടണം. നമ്മളിവിടെ എക്സ്റ്റൻഷൻ കിട്ടുന്നതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇതിനെ പറ്റി ഒരു സംശയം തോന്നുന്നു, അല്ലെങ്കിൽ നമുക്ക് ഇതിനപ്പുറം ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടോ എന്നൊക്കെ നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ്? നമുക്ക് ഇതിനെ പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ സാധിക്കുമ്പോഴാണ്. അപ്പൊ അതാണ് ഗുരുജി ഉദ്ദേശിക്കുന്നത്. അല്ലാതെ നമ്മൾ ഇതിൽ തന്നെ നിന്ന്, അതുകൊണ്ട് ഗുരുജി ഒരാശയത്തിനെ ബേസ് ചെയ്തല്ലോ നമ്മളോട് സംസാരിക്കുന്നത്. കാരണം നിത്യസത്യത്തിൽ നിൽക്കുന്ന ആ ബോധപ്രാപ്തി നേടിയ ഗുരുവിന് ഇങ്ങനെ അന്നുള്ള സത്യങ്ങൾ മാത്രമേ പറയാൻ പറ്റുള്ളൂ.
ഇന്നലെ ഇങ്ങനെ പറഞ്ഞു, എന്തുകൊണ്ട് ഇന്ന് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നില്ല എന്ന് പലപ്പോഴും ഞാൻ ഇങ്ങനെ പല കാര്യങ്ങള് മുമ്പ് പറഞ്ഞ കാര്യങ്ങളെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. അന്ന് ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, പക്ഷെ ഇപ്പൊ ഇങ്ങനെ പറയുന്നു. അപ്പൊ അന്ന് പറഞ്ഞത് എന്താണ്, അപ്പൊ ഇന്ന് പറയുന്നത് ഏതാണ് വിശ്വസിക്കേണ്ടത്? അപ്പൊ ഇതൊക്കെ നമ്മളിലൂടെ കടന്നു പോയിട്ടുണ്ട്. നമ്മൾ ആ ഒരു ഗുരുജിയിലേക്ക് വന്ന സമയത്ത് ഇതെല്ലാം നമുക്ക് ഫീൽ ചെയ്ത് പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? ഇപ്പൊ പറയുന്നത് കേൾക്കാം, അന്ന് പറഞ്ഞത് അന്നത്തെ കാര്യം എന്ന് ചിന്തിച്ച് നമ്മൾ അവിടെ സ്റ്റക്കായി നിൽക്കുകയായിരുന്നെങ്കിൽ എന്ത് പറ്റും? നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അതാണ് ഒഴുക്കിനെതിരെ നീന്തുന്നവനാണ് സാധകൻ എന്ന് പറയുന്നത്. കാരണം അവനാ നീന്തുന്ന ആ പ്രോസസ്സ് നിർത്തി കഴിഞ്ഞാൽ അവൻ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും? അപ്പൊ യഥാർത്ഥ സത്യത്തിനെ അറിയണമെങ്കിൽ നീന്തി മുന്നോട്ട് തന്നെ പോയേ പറ്റുള്ളൂ. ഒഴുക്കിനെതിരെ തന്നെ നീന്തണം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ പറയാനില്ല, കാരണം എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുക, നമ്മളുടെ നിരീക്ഷണ ബുദ്ധി അത് എത്രയും ശക്തമായി പറയുന്നുണ്ട്. നിരീക്ഷകനെ ശക്തമാക്കിയാൽ മാത്രമേ നമുക്ക് സ്വാതന്ത്ര്യ ബോധം ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഗുരുജിയെ കണ്ട് ആ കുറെ കാലഘട്ടത്തിൽ ഞാനൊരു ക്ഷേത്രവിശ്വാസിയും ആചാരങ്ങളിലൊക്കെ കുടുങ്ങി കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ ക്രമേണ ഗുരുജിയോട് സംസാരിച്ച് ശ്രമിച്ചപ്പോൾ എനിക്ക് പലതിൽ നിന്നും സ്വാതന്ത്ര്യമാണ് കിട്ടിയെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നതെന്ന് സാധിച്ചാൽ നമ്മൾ പലതിലും കുടുങ്ങി കിടക്കുന്നു, പലത് ആശയങ്ങളിൽ കുടുങ്ങി കിടക്കുന്നു, ചിന്തകളിൽ കുടുങ്ങി കിടക്കുന്നു. ഇതല്ലല്ലോ സത്യം. എപ്പോഴും നമ്മുടെ കയ്യെത്തും ദൂരത്താണെങ്കിൽ പോലും നമ്മൾ അതിനെ പിടിക്കാൻ ശ്രമിക്കുന്നില്ലല്ലോ. അതാണ് യഥാർത്ഥത്തിൽ നമ്മൾ. അപ്പൊ ഒരു മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടുക, അവന്റെ ചിറകുകൾക്ക് ബന്ധനങ്ങളിൽ നിന്ന് മോചിതരാകാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ ആ സാക്ഷാത്കാരം. അല്ലാതെ നമ്മള് എപ്പോഴോ കിട്ടുന്നതിനെ പറ്റിയല്ല ചിന്തിക്കുന്നത്. ഇപ്പോൾ നമ്മള് ബന്ധിതരാണെങ്കിൽ അതിൽ നിന്ന് മോചനം ലഭിക്കുന്നതാണ് യഥാർത്ഥ സത്യം. എങ്കിൽ മാത്രമേ നമുക്ക് ആ സത്യം അറിയാൻ സാധിക്കുള്ളൂ. അതുപോലെ എല്ലാവർക്കും ആ ഒരു സ്വാതന്ത്ര്യ ബോധം അവൻ ചെയ്യുന്ന സാധനയിലൂടെ ആർജിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം. ഒരു ഭൗതികന്റെ ഈശ്വര സങ്കല്പവും സാധകന്റെ ഈശ്വര സങ്കല്പവും തികച്ചും വ്യത്യസ്തമാണ്. ഒരാൾ ഈശ്വരനെ എങ്ങനെ കാണുന്നു? തന്നേക്കാൾ ശക്തനായ അല്ലെങ്കിൽ വളരെയധികം സവിശേഷതകളുള്ള അത്ഭുതങ്ങൾ പ്രകടിപ്പിക്കാൻ കഴിവുള്ള ഒരാളായിട്ടാണ് ഈശ്വരനെ ഒരാൾ കാണുന്നത്. മറ്റേയാളോ, അതായത് സാധകനോ, തൻ്റെ തന്നെ അസ്തിത്വവുമായിട്ട് ഈശ്വരനെ അനുഭവിച്ചറിയാൻ ശ്രമിക്കുന്നു. തൻ്റെ തന്നെ അസ്തിത്വമാണ് ഈശ്വരൻ എന്നുള്ളത് അനുഭവിച്ചറിയാനാണ് ശ്രമിക്കുന്നത്. ഭൗതികൻ എന്ത് ചെയ്യുന്നു? താൻ കേട്ടറിഞ്ഞതും വായിച്ചറിഞ്ഞതുമായിട്ടുള്ള കഥകളെ ഭാവനയിൽ കണ്ടുകൊണ്ടാണ് ആത്മീയതയെ സമീപിക്കുന്നത്. ഒരു സ്വപ്ന ലോകത്തിലാണ് അവന്റെ ആധ്യാത്മികത. ആ ഒരു ലോകമാണ്, സ്വപ്ന ലോകമാണ് അവന്റെ ആധ്യാത്മികത. അതീന്ദ്രിയ വിഷയങ്ങളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു മായാ പ്രപഞ്ചം, അതിനെയാണ് അവൻ ഭാവനയിൽ കൂടി അനുഭവിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവന്റെ ജീവിതം പാഴാക്കി കളയുന്നത്. അവൻ ശരിയായ ദിശയിൽ നിന്നും തന്റെ ഉന്മയെ തിരിച്ചറിയുന്നതിൽ നിന്നും ഏറെ അകലേക്കാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അറിയുന്നില്ല, ആ ഒരു ഭൗതികം അറിയുന്നില്ല, മായാലോകത്തിൽ പെട്ടുപോയി. അവൻ ചിന്തിക്കേണ്ട എന്നാണ്, എവിടെയോ ഇരിക്കുന്ന ഒരു ഈശ്വരൻ നമുക്ക് ആശ്വാസം നൽകും, സമാധാനം നൽകും, നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്തും, നമ്മുടെ തടസ്സങ്ങൾ മാറ്റും എന്നൊക്കെയുള്ള ഒരു മിഥ്യാധാരണയിലാണ് ഒരു ഈശ്വര വിശ്വാസി ജീവിക്കുന്നത്. അവൻ അവന്റെ മനസ്സിന്റെ താൽക്കാലിക ആശ്വാസത്തിനാണ് ഈശ്വരൻ എന്നതിനെ ആശ്രയിക്കാൻ ശ്രമിക്കുന്നത്. കാരണം അതീന്ദ്രിയ ശക്തി ഉള്ളവനാണ് ഈശ്വരൻ എന്ന ചിന്തയാണ് അവനെ ഇത്തരത്തില് വിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അദ്ദേഹം എന്നെ രക്ഷിച്ചോളും എന്നുള്ള രീതിയിൽ സ്വയം ഒന്നിനും പരിശ്രമിക്കാതെ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് തനിക്ക് അനുഭവം ഇല്ലാത്ത ഒരാളെ മനസ്സുകൊണ്ട് ഭാവനയിൽ കണ്ടുകൊണ്ട് അതിനെ വിശ്വസിക്കാൻ ശ്രമിക്കുകയാണ് തൽക്കാലത്തെ ആശ്വാസത്തിന് വേണ്ടി.
മാത്രമല്ല ഒരു വ്യക്തി രൂപത്തിലായിരിക്കും അവന്റെ ഇഷ്ടദേവതയെ ഉപാസിക്കുന്നത്. തന്നെക്കാൾ കഴിവുള്ള അല്ലെങ്കിൽ തന്നെ സംരക്ഷിക്കാൻ കഴിവുള്ള ഒരു സൂപ്പർ ഹീറോ പോലെ ആളായിട്ടാണ് ഈശ്വരനെ കാണുന്നത്. നല്ലൊരു സാധകൻ തിരിച്ചറിയുന്നത് എന്താണ്? തന്റെ തന്നെ ഒരു ഉയർന്ന അവസ്ഥയാണ് ഈ ഈശ്വര സങ്കല്പങ്ങളെല്ലാം എന്ന്. ഈ ക്ഷേത്രങ്ങളിൽ കാണുന്ന ഈ ഈശ്വര സങ്കല്പങ്ങളെല്ലാം തന്റെ തന്നെ മനസ്സിന്റെ തല ഉയർന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു എനർജി ലെവലാണ് ആ ഈശ്വര സങ്കല്പം എന്നാണ് സാധകൻ ബോധ്യപ്പെടുന്നത്. ഈ ഈശ്വര സങ്കല്പങ്ങൾ എന്നും എന്തു പറ്റും? അവന്റെ ഉണ്മയല്ലെങ്കിൽ ആ നിത്യസത്യത്തെ അവനിൽ നിന്നും എന്തു പറ്റുന്നു? മാറ്റുകയാണ് ചെയ്യുന്നത്. ആ യഥാർത്ഥ അറിവ് നൽകുന്നില്ല ആ സങ്കല്പങ്ങളൊന്നും. എന്നാൽ സാധകൻ സാധനയിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോ ഇതൊന്നും, ആ നിത്യസത്യം അവനിൽ നിന്നും അന്യമല്ല എന്ന് തിരിച്ചറിയുകയാണ്. അവനിലെ നിരീക്ഷകൻ ഉണരുമ്പോഴാണ് എന്തു പറ്റുന്നത്? ഈ ഒരു സത്യം അവനിൽ ബോധ്യപ്പെട്ട് കിട്ടുന്നത്. അതുവരെ അവൻ എന്ത് ചെയ്യുന്നു? ആ മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്ത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഭൗതികൻ പൂർണ്ണമായിട്ട് അതിൽ മുങ്ങിക്കിടക്കുന്നു. സാധകൻ കുറച്ച് ആ ഒരു മനസ്സിന്റെ പിടിയിൽ നിന്നും മാറി 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 വന്ന് ഒരു നിരീക്ഷകനെ ഉണർത്താൻ സാധിക്കുമ്പോൾ അവന്റെ കറക്റ്റ് റൂട്ട് അവന് പിടികിട്ടി ആ ഒരു തിരിച്ചറിവിലേക്ക്, ആ നിത്യസത്യത്തെ തിരിച്ചറിയുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് പോകും. അപ്പം ഈശ്വര വിശ്വാസിയിൽ നിന്നും ഒരു ഈശ്വര അന്വേഷിയിലേക്ക് കടക്കാതെ ഒരാളുടെ മനസ്സിന്റെ വിഷമതകൾ മാറില്ല. കാരണം മനസ്സിന് അതിന്റെ ശാന്തി തേടുന്ന എന്താണ്? പുറത്തേക്കുള്ള ബിംബങ്ങളിലാണ്. പുറത്തിങ്ങനെ സഞ്ചരിച്ച് കിടക്കും. എങ്ങനെ? ഒരു കസ്തൂരിയുടെ മണം അന്വേഷിച്ച് നടക്കും പോലെ പുറത്ത് എവിടെ നിന്നോ ആണ് ആ മണം കിട്ടുന്നതെന്ന് പറഞ്ഞാണ് കസ്തൂരിമാൻ ഓടുന്നത്. പക്ഷെ അതേപോലെയാണ് ഒരു ഭൗതികനും. ആ മനസ്സിന്റെ പിടിയിൽ പെട്ടിട്ട് വേറെ എവിടെയോ കിട്ടും, വേറെ ആരോ തരും എനിക്ക് സന്തോഷവും സമാധാനവും ഇതെല്ലാം എന്ന് പറഞ്ഞ് ഓടുകയാണ്. തന്റെ തന്നെ ഉള്ളിലാണ് ശാന്തിയും സമാധാനവും എന്ന ഒരാള് എപ്പോഴാണോ സ്വയം ഉള്ളിലേക്ക് നിരീക്ഷിച്ച് തിരിച്ചറിയുന്നത്, അപ്പോഴ് അവൻ ആ ശാന്തിയും സമാധാനവും സന്തോഷവും എല്ലാം ലഭിക്കും. കാരണം അവൻ അവന്റെ മനസ്സിന്റെ പിടിയിൽ നിന്നും സ്വതന്ത്രനായിട്ട് മാറി. ഈ ഒരു നിരീക്ഷകൻ വന്നപ്പോ തന്നെ ആ സ്വാതന്ത്ര്യം കിട്ടി. അപ്പോഴാണ് അവന്റെ ആ സത്യയുടെ അരികിലേക്ക്, ആ നിത്യസത്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്നത്. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.